വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത ഫണ്ടിനെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുകില് തുടരുന്നു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച കണക്കുകൾ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സുതാര്യമായി പുറത്തുവിട്ടതോടെ പ്രതിരോധത്തിലായ CPM വ്യാജ സ്ക്രീൻഷോട്ടുകളുമായി രംഗത്തെത്തിയെന്നാണ് പുതിയ ആരോപണം. ഇതോടെ സർക്കാരിനെയും ഡിവൈഎഫ്ഐയെയും വെല്ലുവിളിച്ചുകൊണ്ട് കണക്കുകളുടെ യുദ്ധം മുറുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് പിരിച്ചത് എത്ര? യൂത്ത് കോൺഗ്രസും കെ.പി.സി.സിയും ചേർന്ന് പിരിച്ചെടുത്ത തുകയുടെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വിവിധ ചലഞ്ചുകൾ വഴി പിരിച്ചെടുത്തത് 1.05 കോടി രൂപ. കെ.പി.സി.സി ആപ്പ് വഴി സമാഹരിച്ചത് 4.33 കോടി രൂപ. ആകെ തുക ഏകദേശം 5.38 കോടി രൂപ കോൺഗ്രസ് വിഭാഗങ്ങൾ ചേർന്ന് സമാഹരിച്ചു. ഡിവൈഎഫ്ഐയോട് തിരിച്ചുള്ള രാഹുലിന്റെ ചോദ്യങ്ങൾ. UDF ഘടകകക്ഷിയായ ലീഗ് മാത്രം 36 കോടിയോളം രൂപ പിരിച്ചെടുത്തതോടെ മൊത്തം 40 കോടിയിലധികം രൂപ ദുരിതാശ്വാസത്തിനായി UDF സമാഹരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഡിവൈഎഫ്ഐ 20 കോടി രൂപ പിരിച്ചുവെന്ന അവകാശവാദം ചോദ്യം ചെയ്യപ്പെടുന്നത്. ആക്രിയും പഴയ പേപ്പറും വിറ്റാണ് 20 കോടി പിരിച്ചതെങ്കിൽ അതിന്റെ രസീതുകൾ എവിടെ? ഏത് ആക്രിക്കടക്കാരനാണ് ഇത്രയും വലിയ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങിയത്? മൃതശരീരങ്ങളുടെ പോക്കറ്റടിക്കുന്ന രീതിയിൽ കണക്കുകളിൽ സുതാര്യതയില്ലാതെ സർക്കാർ പെരുമാറുന്നുവെന്ന കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വയനാട്ടിലെ ജനതയ്ക്കായി 200 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച UDF തങ്ങളുടെ കണക്കുകൾ സുതാര്യമാണെന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരും ഡിവൈഎഫ്ഐയും തങ്ങളുടെ പിരിവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്ര കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിന്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്? ആർക്കാണ് വിറ്റത്? അതിന്റെ രസീത് ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വെക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.